ഹലോ. അപ്പോൾ ഞാനൊന്ന് സൗദി പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അളിയനായിരുന്നു കേട്ടോ അന്ന് പാക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അത് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. കാലിക്കറ്റ് എയർപോർട്ട് വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. 8:50 എൻ്റെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ടൈം. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് 6 മണി സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണ ആദ്യമായിട്ടാട്ടോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ആ ഒരു ഫ്ലൈറ്റ് യാത്ര എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോണ ദിവസം എൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങി ഉള്ളിൽ ഒരു കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 8:30 ഫ്ലൈറ്റിലേക്ക് കയറി. ഒരു 8:09 സമയത്താട്ടോ ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുത്തത്. എയർ ഇന്ത്യ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വിൻഡോ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നുണ്ട്. അപ്പോൾ വിൻഡോ സീറ്റിൽ ഇരിക്കുമ്പോൾ പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി യാത്ര ഒരു 3 മണിക്കൂറോളം യാത്രയായിരുന്നു കേട്ടോ. അതിൽ ഞാൻ കുറച്ചൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊന്നും അധികം കാണാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. എന്തായാലും ദമാമിലെത്തിയാൽ അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എയർപോർട്ടിൽ നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു 11:15 ഇവിടെ എത്തി. നാട്ടിലൊരു 1:30 സമയത്ത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടുന്ന് നല്ല വിശപ്പുണ്ട്. ഫ്ലൈറ്റിൽ എയർ ഇന്ത്യയിൽ നിന്ന് ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് വിശപ്പ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പം ഒരു ബർഗറും വാങ്ങിച്ചിട്ടോ. നമ്മളെ നാട്ടിലത്ര ടേസ്റ്റൊന്നും ബർഗർക്ക് ഇല്ലെങ്കിലും വിശപ്പ് കാരണം ഞാനത് ഫുള്ളും കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ റൂമിൽ പോയി കിടന്നു. രാവിലെ ചായക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് ഞങ്ങൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പോയതാട്ടോ. അങ്ങനെ ഒരു കറിയും പിന്നെ പാലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടോ. വീട്ടിലെത്തിയിട്ട് സ്റ്റവൊന്നൊക്കെ കണക്ട് ചെയ്തിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്ത് പോയിട്ട് വാങ്ങിയിട്ട് പിന്നെ അത് പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതാക്കട്ടോ. അപ്പോൾ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് വേണം ബാക്കി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങളിതിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ചായ കേട്ടോ. നല്ല അടിപൊളി ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചായയായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഷുഗർ അതിലൊന്നും ആഡ് ചെയ്യണ്ടില്ല. ആ പാക്കറ്റിലെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു പാക്കറ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ അമ്മ പത്തിരിയും അതുപോലെ ബീഫൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചൂടാക്കി അത് കഴിച്ചിട്ടോ.